ഇന്ന് ഓഗസ്റ്റ് 15 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തോടൊപ്പം തന്നെ കത്തോലിക്ക സഭയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ ഒരു ദിനമാണിന്ന്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം. വ്രതശുദ്ധിയോടെ വിശ്വാസികൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ചരിത്രപ്രസിദ്ധമായ വരാപ്പുഴ പള്ളിയിലാണ് നാം ഇന്നുള്ളത്. ചരിത്രപരമായ ഒട്ടേറെ പ്രാധാന്യമുള്ള ദിവ്യസംഗീതമാണ് വരാപ്പുഴ പള്ളി. വരാപ്പുഴ അതിരൂപതയുടെ ആസ്ഥാനമായിരുന്ന ഈ മണ്ണിലേക്ക് ഇന്ന് എത്തിച്ചേരുന്ന ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ പ്രാർത്ഥനയും ഭക്തിയും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയും പരിസരവുമെല്ലാം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എറണാകുളത്ത് പെരിയാറിൻ്റെ കൈവഴികളാൽ ചുറ്റപ്പെട്ട വരാപ്പുഴ എന്ന പുണ്യഭൂമിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കരമാർഗവും ജലമാർഗവും നമുക്ക് പള്ളിയിലേക്ക് എത്തിച്ചേരാം. ചേരാനല്ലൂർ കടത്തിൽ നിന്നും ചങ്ങാടം കയറിയാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ കുറച്ച് ഡ്രോൺ വീഡിയോസും കൂടി ഇതോടൊപ്പം ചേർക്കുന്നു. ഒന്ന് കണ്ടു നോക്കിയാലോ. ചേരാനല്ലൂരിൽ നിന്ന് മാത്രമല്ല, ഏലൂര്, മണ്ണന്തുരുത്ത് തുടങ്ങി പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ബോട്ടിലും വള്ളത്തിലും ചങ്ങാടത്തിലുമൊക്കെയായി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളും മാതാവിൻ്റെ തിരുനാൾ കൂടാനായിട്ട് വരാപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് മാർഗം വരുന്നത് നമുക്ക് തടസ്സമില്ലെങ്കിൽ കൂടി ചില സമയങ്ങളിൽ നല്ല തിരക്കുള്ള വഴിയാണത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചങ്ങാടത്തിലൂടെ പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. മനോഹരമായ കാഴ്ചകളും ഈ വഴിയിൽ നമുക്ക് ആസ്വദിച്ച് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. രാവിലെ മുതൽ തന്നെ പ്രത്യേക ദിവ്യബലിയും മാതാവിൻ്റെ മധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനകളും ഇവിടെ നടക്കുകയാണ്. തിരുനാളിൻ്റെ പ്രധാന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും മനോഹരമായ പ്രദക്ഷിണത്തിനും സാക്ഷ്യം വഹിക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനസാഗരമാണ് വരാപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത്. പള്ളിക്ക് സമീപമായി പുഴയുടെ തീരത്തെ മാതാവിൻ്റെ ഈ ഒരു രൂപം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വിമലേ അംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർത്ഥന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ, കൈക്കൊള്ളണമേ തായേ നീ. വിമലേ അംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. നമ്മുടെ പള്ളിക്ക് മുമ്പിലൂടെ വാട്ടർ മെട്രോ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വാട്ടർ മെട്രോ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വന്ന ചങ്ങാടം അവിടെ നിന്ന് കാണാം. അത് ഓരോ ആളുകളെ ഇറക്കിയും കയറ്റിയും ഉടനെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രക്കും തിരക്കാണ് പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ പുഴയുടെ തീരത്ത് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് വിശ്രമിച്ചു. അപ്പോൾ സാധാരണ പെരുന്നാളിനൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരുപാട് കടകൾ, ടോയ്സ് വിൽക്കുന്ന കടകൾ, ബജ്ജി വിൽക്കുന്ന കടകൾ, അതുപോലെ പോപ്കോൺ വിൽക്കുന്ന കടകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് കയറി നോക്കിയതാണ്. ഒരുപാട് തരം കടകളുണ്ടെങ്കിൽ കൂടി, ചെടികൾ ഉൾപ്പെടെ വിൽക്കുന്ന ഒരുപാട് തരം കടകളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി നമ്മുടെ കണ്ണുടക്കിയത് ഈ ഒരു അക്വേറിയം ഷോപ്പിലേക്കാണ്. ഒരുപാട് വർണ്ണ മത്സ്യങ്ങൾ, ഒറാണ്ട ഗോൾഡ് ഉൾപ്പെടെയുള്ള വിവിധ തരം വർണ്ണ മത്സ്യങ്ങൾ, ലോബ്സ്റ്റർ, പേറ്റാസ്, ഫൈറ്റേഴ്സ്, ഏഞ്ചൽസ്, അങ്ങനെ ഒരുപാട് ഫിഷുകൾ അവിടെ ഉണ്ട്. അതിനെല്ലാത്തിനും പുറമെ എന്നെ ആകർഷിച്ചത് ഒരുപാട് സൈസിലുള്ള അക്വേറിയങ്ങൾ വരെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്വേറിയം ഇല്ലാത്തൊരു ആളാണ് കൂടി, അയാളുടെ വീട്ടിൽ അക്വേറിയം ഇല്ലെങ്കിൽ കൂടി അക്വേറിയം ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇവിടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കാണിച്ചേക്കാം. ചിലവർക്ക് അത് കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ കോൺടാക്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഞാനത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ 99 രൂപയ്ക്ക് ബാർബിക്യൂയും അതുപോലെ ചിക്കൻ ടിക്കയും അങ്ങനെ പലതരം ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പ് തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കണ്ട സ്ഥിതിക്ക് ഒരെണ്ണം അങ്ങോട്ട് ഓർഡർ ചെയ്തു, മേടിച്ചു. ഏതെടുത്താണ് 99 രൂപയാണ്. അങ്ങനെ അതും മേടിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ പുഴയുടെ തീരത്ത് പോയിരുന്ന് ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് വിശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വീണ്ടും ഇതുപോലെ പലതരം ബോട്ടുകളൊക്കെ വരുന്നത് കാണാം കേട്ടോ. നമ്മുടെ പള്ളിയിലേക്കുള്ള തീർത്ഥാടകരെയും കൊണ്ടുവരുന്ന ബോട്ടുകളൊക്കെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏലൂരിൽ നിന്നും അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. അതിനുവേണ്ടി ഒരു താൽക്കാലിക ബോട്ട് ജെട്ടിയും അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വൈകിട്ട് 3:30 മണിക്ക് ഇവിടെ പള്ളിമുറ്റത്ത് എത്തിയതാണ്. വൈകുന്നേരം തന്നെ പള്ളിയുടെ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ. പക്ഷേ പിന്നീട് നേരം ഒന്ന് ഇരുട്ടിയതിന് ശേഷം പള്ളിമുറ്റത്തെ ലൈറ്റുകളും ദീപാലങ്കാരങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് കത്തിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഇവിടെ കുറച്ച് ബ്രദർമാരിരുന്നിട്ട് കുലുക്കി സർബത്തും സംഭവങ്ങളും സ്നാക്സ് ഉൾപ്പെടെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ ആരും കമൻറ്റ് ചെയ്യാൻ വരണ്ട. ഇത് അതിന് വേണ്ടിയുള്ളൊരു സെറ്റപ്പല്ല. ഈ മിഷണറിമാർ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ബോർവെല്ല്, ചാമ്പ് വയ്പ്പ്, അത്തരത്തിലുള്ള പല സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഫ്ലെക്സുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് അവരിവിടെ കർമ്മസജ്ജരായിട്ടുള്ളത്. യേശുവിൻ അമ്മേ മാതാവേ
അരുമസുതർക്ക് ആലംബമേ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്പീഡ് ബോട്ടുകളും ഹൗസ് ബോട്ടുകളും അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഈ പള്ളിമുറ്റത്ത് നിന്നാൽ തന്നെ കാണാൻ സാധിക്കും. പള്ളിയിൽ വന്ന തീർത്ഥാടകർ ബോട്ടിൽ കയറി തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പള്ളിമുറ്റത്ത് വന്നിട്ട് പള്ളിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. കേരളത്തിലെ അതിപുരാതനവും ഏറെ ചരിത്ര പ്രാധാന്യവുമുള്ള ക്രൈസ്തവ ദേവാലയമാണ് വരാപ്പുഴ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ആൻഡ് സെൻറ് ജോസഫ് ബസലിക്ക. വിശുദ്ധരായ അനേകം മിഷണറിമാരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണിത്. 9 മെത്രാന്മാരുൾപ്പെടെ 28 മിഷണറിമാർ ഈ ദേവാലയത്തിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെത്രാന്മാരുടെ കല്ലറകളും അവരുടെ ഭൗതിക അവശിഷ്ടം അടങ്ങിയ ഭിത്തിയിലെ പേടകവുമെല്ലാം ബസലിക്കയിൽ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. പുണ്യശ്ലോകയായ ദേവദാസി മാർ ഏലീശാമയുടെ സ്മൃതി മന്ദിരവും സ്ഥിതി ചെയ്യുന്നത് വരാപ്പുഴയിലാണ്. മനോഹരമായ ഈ ഡ്രോൺ വീഡിയോയിൽ പുഴയുടെ കാഴ്ചയും അതുപോലെ വരാപ്പുഴ പാലത്തിൻ്റെ കാഴ്ചയും എല്ലാം വളരെ മനോഹരമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കാത്തിരുന്ന നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പള്ളിമുറ്റത്തെ ദീപാലങ്കാരങ്ങൾ ലൈറ്റ് തെളിയിക്കുമ്പോഴുള്ള കാഴ്ചകൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരെ ചെല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരെ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഈ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഈ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. 1673 മാത്യൂസ് അച്ഛൻ പണി കഴിപ്പിച്ച വരാപ്പുഴ മൗണ്ട് കാർമൽ ആൻഡ് സെൻറ് ജോസഫ് ദേവാലയം 2020 ഡിസംബർ 11 ബസലിക്ക പദവിയിലേക്ക് ഫ്രാൻസിസ് പാപ്പ ഉയർത്തുകയാണ് ഉണ്ടായത്. വരാപ്പുഴ തിരുനാളെന്ന് പറയുമ്പോൾ പ്രാർത്ഥന മാത്രമല്ല, കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും കൂടെ ആഘോഷമാണ്. പള്ളിപ്പറമ്പിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റാളുകളും നേർച്ച കാഴ്ചകളും കാണികളുടെ തിരക്കുമെല്ലാം ഈ പെരുന്നാളിന് വേറിട്ടൊരു ഭംഗി നൽകുന്നുണ്ട്. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ വരാപ്പുഴ പള്ളിയിൽ വരാനും ഈ ദിനത്തിലെ പുണ്യ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും അനുഗ്രഹവും നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ യാത്രകളും വിശേഷങ്ങളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബായ്. നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേ പിതാവേ, നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേ പിതാവേ, നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേ പിതാവേ, നിങ്ങളുടെ